കന്യകമാരായിരം എവിടെയാ സ്ഥലം? എവിടെയാ? എൻ്റെ സ്ഥലം വാളത്തെങ്കിൽ. വാളത്തെങ്കിൽ. എന്നെ ഒന്നും കൂടെ പ്രിയപ്പെട്ടവർക്കൊന്ന് പങ്കുവെക്കാൻ പറ്റും? കുറച്ച് പാടിയ മതി. കുറച്ച് പാടിയാൽ മതി. പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ട്, ആമ്പൽക്കുളമുണ്ടോ, തിരുതാവിക്കല്ലുണ്ട്, ആളത്തിപ്പൂപ്പട കൂട്ടാനായി കന്യകമാരായിരം ഉണ്ട്. ഓ എന്നോ മേലാളെ കൂടി കണ്ടു കണ്ടു. പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ട്, ആമ്പൽക്കുളമുണ്ടോ, തിരുതാവിക്കല്ലുണ്ട്, ആളത്തിപ്പൂപ്പട കൂട്ടാനാ കന്യകമാരായിരമുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിൽ വിക്ടോറിയ ഹോസ്പിറ്റലിന് മുൻവശം വിക്ടോറിയ ഹോസ്പിറ്റലിൽ വരുന്നവരുടെ ഹൃദയം കവർന്നു ഈ കലാകാരൻ. കാഴ്ച കുറവുള്ളൊരു കലാകാരനാണ്. ആ ചെറിയ ഒരു കിലുക്കത്തി തന്നെ, ആ മുഴക്കത്തിൽ തന്നെ നടന്നു നീങ്ങുന്ന റോട്ടിൽ പോകുന്നവരും സന്ദർശകരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കലാകാരനാണ്. എന്താണ് പേര്? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി. ഒരുപാട് നാളായ തുടങ്ങിയിട്ട്? ഇന്ന് എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ എത്ര പൈസ കിട്ടി? കൂടുതൽ കിട്ടി? ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്തായാലും വീട്ടിൽ ഇവിടുന്ന് എങ്ങനെ യാത്രയൊക്കെ എങ്ങനെയാണ്? ബസ്സിൽ പോകും. അപ്പം പാട്ട് ഒരുപാട് നാൾ കൊണ്ട് പാടിയിട്ടും പാടുന്ന അനുസരിച്ച് നല്ല രീതിയിൽ കൂടെ പാട്ടിനൊരു കുറവുമില്ലല്ലോ. ഇപ്പം എത്ര ഉണ്ട് പ്രായം? 50 വയസ്സ്. 50 വയസ്സുള്ള കള്ളം പറയരുത്, അതിൽ കൂടുതലുണ്ട്. അപ്പം അന്നും പാടുന്ന ആളാണ്, ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഒരു ദിവസങ്ങൾ കഴിയുമ്പോഴും പ്രായം ചെന്ന് ഇടുമ്പോഴും ഏജ് കൂടുമ്പോഴും ഇന്ന് ഈ കലാകാരൻ ഒരുപാട് പാട്ടിൻ്റെ താളങ്ങളിലേക്ക് ഇന്നും ഈണത്തിന് ഒന്നിനും ഒരു കുറവുമില്ല. എന്നാലും ആ പാട്ടിന് ഒന്നും കൂടെ ഐശ്വര്യങ്ങളും കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപക്ഷെ കൊല്ലത്ത് വിക്ടോറിയ വരുന്ന പ്രിയപ്പെട്ടവർ ദുഃഖത്തോടും പ്രയാസത്തോടും ഒക്കെ ആശുപത്രിയിൽ കടന്നു പോകുന്ന പലവരും ഒരുപക്ഷെ ഈ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്. പഴയ പാട്ടുകൾ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്കും ഈ റോട്ടിലൂടെ നടന്നു നീങ്ങുന്ന സന്ദർശകർ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ഒരുപക്ഷെ പഴയ കാലങ്ങളിലേക്ക് അവർ ഓർത്തു പോകും ഈ കൃഷ്ണൻകുട്ടി ചേട്ടൻ പാടുമ്പോൾ. അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടനോടൊപ്പം ക്യാമറമാൻ വിനോദ് കുമാറിനോടൊപ്പം KMDക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.